ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഭവിൻ വ്ളോഗ്സ്. ഇന്നൊരു മഷ്റൂം ഡ്രൈ തയ്യാറാക്കിയാലോ. അതിനായി മഷ്റൂം ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുക. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: പച്ചമുളക്, ഒരു വലിയ സവാള, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് നാലായിട്ട് മുറിച്ചിരിക്കുന്നതാണ് കേട്ടോ. അതെല്ലാം കൂടെ റെഡിയാക്കി വയ്ക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റണം. അങ്ങനെ ഇത് നല്ലപോലെ വഴന്ന ശേഷം കരിയാൻ പാടില്ല, ഒരു ബ്രൗൺ ആകുന്നതിന് മുമ്പുള്ള ഒരു പരുവ് എത്തുമ്പോഴത്തേക്ക് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് അതിൻ്റെ നല്ലപോലെ പച്ചമണം എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂൺ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി എല്ലാ സ്ഥലത്തും മസാലയൊക്കെ ഒന്ന് ആയ ശേഷം അത് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി. അന്നേരത്തേക്ക് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അത് ഇതായിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ആവശ്യാനുസരണം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതിന് കുറച്ച് ഉപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്, ഒത്തിരി ഒന്നും ചേർക്കരുത്, കുറച്ച് മതി. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയ ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ ഇത് ഏതാണ്ട് നല്ലപോലെ റെഡി ആയി കഴിഞ്ഞു. മൊത്തത്തിൽ നല്ല മൊരിഞ്ഞ് എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണയൊക്കെ അടിയിൽ തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആ എണ്ണ ആവശ്യമില്ലാത്തവർ അത് വിട്ടിട്ട് ബാക്കി നമ്മൾക്ക് എടുത്ത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ എണ്ണയും ആ ഒരു കൂണും തമ്മിൽ ഒട്ടിയൊന്നും പിടിച്ചിരിക്കില്ല കേട്ടോ, അതിനകത്ത് പറ്റിയൊന്നും ഇരിക്കില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആ എണ്ണ വിട്ടിട്ടങ്ങ് കോരി എടുത്താൽ മതി. അപ്പോൾ അധികമായിട്ട് എണ്ണ ഉപയോഗിക്കാനുള്ള ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ വളരെ എളുപ്പത്തിലൊരു കൂണ്, അതായത് നമ്മുടെ മഷ്റൂം ഡ്രൈ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതിലും ഈ പറയുന്ന മുളക് പൊടി, മല്ലിപ്പൊടി അതൊന്നും യൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ ഈ നോർമൽ ഒരു പച്ചമുളകും കുരുമുളക് പൊടിയും വെച്ച് തന്നെ നമ്മൾ വളരെ പെട്ടെന്നൊരു മഷ്റൂം ഡ്രൈ റെഡിയാക്കിയിരിക്കണം. അങ്ങനെ നല്ല ആവി പൊങ്ങുന്ന നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ, നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മഷ്റൂം ഡ്രൈ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.